സ്പിരിച്വലായിട്ട് പോകുന്ന ആൾക്കാരെ പലരും അവരെ മുഖത്ത് പ്രത്യേക ഒരു ബ്രൈറ്റ്നസ്, ഒരു സ്മൈൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇതാണ്. അതില്ലാതെ ഞാൻ കണ്ടിട്ടുള്ളത് നാരായണ ഗുരുവിനെയാണ്. സയൻസിനെ അവരാണ് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസികൾ. സയൻസിന് കേൾക്കുമ്പോൾ അതെന്തും അന്ധമായിട്ട് അവർ വിശ്വസിക്കും. ഇതിലെല്ലാം പറയുന്നത് ഇവർ ഇപ്പോൾ നിയർ ഡെത്ത് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു തുരങ്കത്തിലൂടെ പോകുന്നു, വലിയൊരു പ്രകാശത്തിലേക്ക് ചെത്തിയേറുന്നു. എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. സാർ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസമല്ല, അനുഭവമുള്ള കാര്യമില്ല, അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. വിജയനാ സോളി പറയുന്നത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു സോൾ ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് സോൾ ഗ്രൂപ്പിനകത്ത് 10 താഴെയുള്ള ആൾക്കാരായിരിക്കും. അതായിരിക്കും നിങ്ങളുടെ ഏത് ബർത്ത് എടുത്തായാലും അതിൽ 3-4 പേര് നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ട് തുടങ്ങും. ഈ സോള് യൂട്രസിലെ ഫീറ്റസിലോട്ട് കയറുന്നത് അറൗണ്ട് 3 months ആണ്. 3 മാസം ആകുന്ന സമയത്താണ് സോള് ശരിക്കും പറഞ്ഞാൽ വന്ന് കയറുന്നത്. അപ്പോൾ യു ആർ ചോസൺ യുവർ പേരൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെ ചൂസ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് അതിന് റോളും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെയാണല്ലോ ഇപ്പോൾ നമ്മുടെ മീഡിയയിൽ പറയുന്നത്, ശാസ്ത്രക്കാർ പറയുന്നത്. എല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചട്ടുകമാണ് എന്ന് വിധത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളിൽ കർമ്മമായിട്ട് കയറുന്നില്ല. ഡിറ്റാച്ച്ഡ് കർമ്മ എന്ന് പറയുന്നതാണ്. ഡിറ്റാച്ച്ഡായിട്ട് ചെയ്താൽ കർമ്മയില്ല. IC യൂണിറ്റിൽ ദിവസം 30,000 രൂപ 40,000 രൂപ വാങ്ങിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവസാനം കൊടുക്കുന്ന ഡെഡ് ബോഡി അല്ലേ. ഈ കണ്ടീഷനിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമെന്ന് നിങ്ങൾ ഡോക്ടേഴ്സിന് ചോദിച്ചു. അപ്പം 96% പേര് എടുക്കത്തില്ല എന്നാണ്. അപ്പം അവർക്ക് വേണ്ടാത്ത ട്രീറ്റ്മെൻറ്റ് തന്നെ ഇവർ ബാക്കിയുള്ളവർക്ക് കൊടുക്കും. മരണാനന്തര ജീവിതം ഉണ്ടോ ഇല്ലയോ? മനുഷ്യൻ ഇന്നും തിരക്കി നടക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു ഡോക്ടറാണ്, ഡോക്ടർ ജീഷ. നമസ്തേ ഡോക്ടർ. ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും റിട്ടയർഡ് ആയ ഒരു ഡോക്ടറായിരുന്നു, പ്രിവെൻറ്റീവ് മെഡിസിനിൽ നിന്നും. പിന്നീട് എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി മെഡിസിനിൽ നിന്നും പിന്നീട് എങ്ങനെയാണ് ഈ മരണാനന്തര ജീവിതം അല്ലെങ്കിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഇതിനെയൊക്കെ പറ്റി പഠിക്കണം അല്ലെങ്കിൽ ഇതൊക്കെ അറിയണം എന്ന് പറയുന്നൊരു രീതിയിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ പറ്റിയുള്ള ബുക്ക് ഞാൻ പ്രീ ഡിഗ്രി കഴിച്ച സമയത്ത് വായിച്ച ബുക്കാണ്. ലൈഫ് ആഫ്റ്റർ ലൈഫ്, റേമണ്ട് മോഡി എന്നും പറഞ്ഞ സൈക്കാട്രിസ്റ്റ് എഴുതിയ ബുക്കാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഔട്ടർ ബോഡി എക്സ്പീരിയൻസസ് കുറേ കൂടുതലതിനകത്ത് പറഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് 1965 തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പബ്ലിക്കേഷൻസ് വന്നതിന് ശേഷം ഇപ്പോഴിത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ തീർച്ചയായും ഒരു ഗതികേടാണ്. അല്ല, എനിക്കിതിലൊരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പല ഡോക്ടർമാരുടെ അടുത്തും പോകുമ്പോൾ അവരതിനെയൊന്നും സപ്പോർട്ട് ചെയ്യാറില്ല. ഇപ്പോൾ ആത്മാവാണെങ്കിലും സോളാണെങ്കിലും ഇതിനെയൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിക്കാൻ തയ്യാറാകാറില്ല. ഇപ്പോൾ യോഗയെ പറ്റിയൊക്കെ തള്ളി പറയുന്ന ഒരുപാട് ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഡോക്ടർക്ക് എങ്ങനെയാണ്, അപ്പോൾ ഡോക്ടർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്കെപ്പോഴും തോന്നാറുള്ളത് അവരാണ് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസികൾ. സയൻസിന് കേൾക്കുമ്പോൾ അതെന്തും അന്ധമായിട്ട് അവർ വിശ്വസിക്കും. സയൻസ് പറയുന്ന ആത്മാവില്ലാന്ന് അവരത് വിശ്വസിക്കുന്നു അല്ലേ. അപ്പോൾ ഇന്ന് യഥാർത്ഥ അന്ധവിശ്വാസം ഡോക്ടറുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ സയൻസ് തന്നെയാണ് അവരുടെ അന്ധവിശ്വാസം. സയൻസിന് അന്ധവിശ്വാസമാണ് അവർക്ക്. ഈ സയൻസ് എന്നും പറഞ്ഞ് നടക്കുന്നവർക്ക് വേറൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നാച്ചുറലി വേറെ ഇല്ല എന്ന് പറയുന്നത് തന്നെ അന്ധവിശ്വാസമല്ലേ. വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. അപ്പോൾ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമില്ലല്ലോ. സദ്ഗുരു പറയുന്നതാണല്ലോ, ഇഫ് യു ആർ എൻക്വയറിങ്, ഇഫ് യു ആസ്ക് എ ക്വസ്റ്റ്യൻ ദെൻ യു ക്യാൻ ഫർദർ പെർസ്യൂ. ഇഫ് യു സേ നോ ദർ ഇസ് നോ ഫർദർ ഗോ. അപ്പം അതുപോലെ ജീസസ് ക്രൈസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അന്വേഷിക്കാനും കണ്ടെത്തുന്നത്. ഞാൻ അന്വേഷിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ കണ്ടെത്തും? ഡോക്ടർ എങ്ങനെയാണ് ഇതിലേക്ക് ഒരു അന്വേഷണത്തിലേക്ക് വന്നത്? അതാണ് പറഞ്ഞത്. ആദ്യം തൊട്ടേ എനിക്ക് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. കഴിഞ്ഞതിൻ്റെ ഇത് ഞാൻ ശരിക്കും വന്നു തുടങ്ങിയത് 1975-76 ഞാൻ ആദ്യമായിട്ട് ട്രാൻസെൻഡറൽ മെഡിറ്റേഷൻ പഠിക്കുന്നത്. അത് മഹർഷിയുടെ സയൻറ്റിഫിക്കലി വാലിഡേറ്റഡ് ടെക്നിക്കാണ്. ആൻഡ് ഇറ്റ്സ് എ രജിസ്റ്റേർഡ് ടെക്നിക്ക്. വേറെ ആർക്കത് അപ്പം TM എന്നുള്ള ഇത് തന്നെ രജിസ്റ്റേർഡ് ആണ്. ട്രാൻസെൻഡറൽ മെഡിറ്റേഷൻ വേറെ ആർക്ക് ഉപയോഗിക്കാൻ പാടില്ല, പേറ്റൻറ്റഡ് ആണ്. അപ്പോൾ അത് വെൽ ക്ലിയർ സയൻറ്റിഫിക് ബേസിസ് പോലെ തന്നെ അതിൻ്റെ പ്രോസസ്സ് വളരെ ക്ലിയർലി ഡിഫൈൻഡ് ആണ്. അപ്പോൾ അത് വെച്ച് അവർ സ്റ്റഡീസ് എല്ലാം നടത്തിയിട്ടുള്ളതെല്ലാം കൂടെ വായിച്ചതിന് ശേഷമാണ് ഞാൻ ആദ്യം മെഡിറ്റേഷന് പോകുന്നത്. ഹൗസ് നഴ്സിംഗ് കഴിഞ്ഞ ഉടനെയാണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് എനിക്ക് ബേസിക്കായിട്ട് അപ്പം തന്നെ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചില ചേഞ്ചസ് വന്നു. മൈൻഡിനെ നമ്മൾ പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സറിയാതെ കാമാവുന്നുണ്ട്. അതുപോലെ ക്ഷീണം തന്നിട്ട് പറയും. അങ്ങനെ നമ്മൾ പെട്ടെന്ന് വൈകുന്നേരം ആയിപ്പോലും ഒന്നും അങ്ങനെ ക്ഷീണം തോന്നത്തില്ല. രാവിലെ എണീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രാവിലെ ഞാൻ ടെറസിൻ്റെ മണി പോയിരുന്നു ചെയ്യാം. അപ്പോഴത്തേക്കും ഈ പക്ഷികൾ ചിലയ്ക്കുന്നത് നമ്മൾ സാധാരണ എത്തിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാൻ തീരും. അങ്ങനെയല്ല, ശബ്ദം ഈ നമ്മൾ സാധാരണ കേൾക്കുന്ന ശബ്ദത്തിനേക്കാളും അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഒരു ബെല്ല് നമ്മൾ ആദ്യത്തെ ഒരു പടി കേൾക്കത്തുള്ളൂ, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും ആ മുഴക്കം. അതുപോലെ പക്ഷികളിൽ നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ അത് പോകും. അത് ഭയങ്കര ആ സമയത്തൊക്കെ ഭയങ്കര രസമായിരുന്നു കേൾക്കുന്നത് അങ്ങനെ. അപ്പം നാച്ചുറലി നമുക്കറിയാം ഇതിനകത്ത് നമ്മൾ വിചാരിക്കാൻ. അപ്പം നിങ്ങളുടെ അവെയർനെസ് ഇൻക്രീസ് ചെയ്യുന്നു.
നിങ്ങൾ നേരത്തെ ഇത്ര ഈ ലെവലേ കേൾക്കത്തില്ല എന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ അപ്പുറം കൂടെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കേൾക്കാൻ നിൽക്കുക. അപ്പം നിങ്ങളുടെ അവയർനെസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ആ അവയർനെസ് ഇൻക്രീസിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എബിലിറ്റി ടു ലേൺ ഇംപ്രൂവ്സ്. അപ്പം നിങ്ങൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കിട്ടിയതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും റീറ്റെയിൻ കഴിയും. അത് മാത്രമല്ല, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് കൂടെ അതിനകത്ത് വരും. വിവേചിച്ച് അറിയാനുള്ളൊരു കഴിവും കൂടെ കൂടുതലായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് അത് മെഡിറ്റേഷൻ പ്രോസസ്സ് തുടങ്ങി. ഞാൻ അന്ന് ഒരുപാട് പേരെ മെഡിറ്റേഷൻ കൊണ്ടുപോയിട്ടുണ്ട്. വളരെയധികം ഞാൻ ഒരു ഡോക്ടറുടെ മദർ തന്നെ ഞാൻ കൊണ്ടുപോയി മെഡിറ്റേറ്റ് ചെയ്തു. അവർക്ക് ഭയങ്കര ചേഞ്ചായിരുന്നു. അതിനുശേഷം അവർ വന്ന് കണ്ടവരെല്ലാവരും മെഡിറ്റേഷൻ പഠിക്കാൻ പോയി. എന്നിട്ട് ആ ഡോക്ടറും കുടുംബം ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതാണ് ഞാനെപ്പോഴും പറയുന്നത്. അവർക്ക് അതിനെപ്പറ്റി അറിയണമെന്നില്ല. അവർ മരുന്ന് കൊടുത്താൽ മാറുമെന്ന് പറയുന്നതല്ല. ഇത് വളരെ നമ്മൾ റെഗുലറായിട്ട് ചെയ്തിരിക്കണം, എങ്കിലേ അതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ ദിവസം 3 നേരം ആഹാരം കഴിക്കും, അല്ലെങ്കിൽ 4 നേരം കഴിക്കും, അല്ലെങ്കിൽ 1 നേരം കഴിക്കുകയോ ചെയ്താൽ അത് കഴിച്ചിരിക്കണം. കഴിച്ചെങ്കിലേ നമുക്ക് സസ്റ്റനൻസ് ഉള്ളൂ. അതുപോലെ മൈൻഡിൻ്റെ ഇപ്പം ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ശ്രീ രവിശങ്കറിൻ്റെ പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്കും ഒരു നല്ല സുന്ദരി കുട്ടി എല്ലാം ലിപ്സ്റ്റിക്കും അതുമൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് അവിടെ. എന്താണ് അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിനെ പറ്റി ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇത് എന്ത് കിട്ടിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ കുട്ടി പറഞ്ഞത് ഗുരുജി ഈസ് ബ്യൂട്ടീഷ്യൻ ഓഫ് ദി മൈൻഡ് എന്നാണ്. മൈൻഡിനെ കൂടുതൽ അത് നമ്മളെ മനസ്സിനെ കൂടുതൽ പോസിറ്റീവാക്കി മാറ്റാന്നുള്ളൊരു ഇതായിട്ടാണ് ആ കുട്ടി പറയുന്നത്. പക്ഷെ അത് വളരെ മോശമായിട്ടുള്ള ഇതായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അത് നമ്മൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്കറിയാനൊക്കൂ. അനുഭവം ഇല്ലാതെ പഞ്ചസാരയുടെ മധുരം ചോദിച്ചാൽ നിങ്ങളെന്ത് പറയും? നിങ്ങൾ എത്ര കസർത്ത് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല അല്ലേ? അപ്പോൾ എൻ്റെ അടുത്ത് ഇത് അനുഭവം പറഞ്ഞാന്ന് പറയുന്നത് ഞാൻ പറയാം, നിങ്ങൾ എനിക്ക് പഞ്ചസാരയുടെ മധുരം പറഞ്ഞാൽ ഞാനിത് പറഞ്ഞുതരാം. അതേ പറ്റുമവരുടെ തലയുടെ. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം ഞാൻ ഈ വിശ്വാസം എന്നുള്ള വാക്കിൻ്റെ എനിക്ക് വിശ്വാസം ഇല്ലാതായി. വിശ്വാസം എന്നുള്ള വാക്ക് ഉപയോഗിക്കത്തില്ല. അതിന് പോലെ അനുഭവം എന്നാക്കും. വിശ്വാസം എന്തുകൊണ്ട് വരുന്നതാണ്? അനുഭവം. നിങ്ങൾക്കൊരു അനുഭവം വേണം. അപ്പോൾ അനുഭവം പറഞ്ഞാൽ മതി. ഇതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അല്ലേ? എൻ്റെ അടുത്ത് ചോദിക്കുന്നത് പ്രശ്നമില്ല, നീ MD കഴിഞ്ഞിട്ട് എന്തിനാ അമ്മയുടെ പുറകെ പോകുന്നത്? നീ അത് അമൃതമ്മയുടെ പുറകെ. ഞാൻ പറഞ്ഞ വിശ്വാസമല്ല, എൻ്റെ അനുഭവമാണ്. അനുഭവം എന്ന് വെച്ചാൽ ഞാൻ അമ്മയുടെ അടുത്ത് പോകാൻ കാര്യം തന്നെ ഞങ്ങൾ ഈ ട്രാൻസ്ഫർമേഷൻ ചെയ്യുന്നതിൽ ഒരു മുസ്ലിം ബോയ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ ഒരു അഡ്വാൻസ് പ്രോഗ്രാം ഉണ്ട്. ട്രാൻസ്ഫർമേഷൻ്റെ ബേസിക് പ്രോഗ്രാം, അതിൻ്റെ അഡ്വാൻസ് പ്രോഗ്രാം സിദ്ധി പ്രോഗ്രാം. ആ സിദ്ധി പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അവസാനത്തെ ഒരു സൂത്ര എന്ന് പറഞ്ഞൊരു വേർഡ്സ് തരിക. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യു ജസ്റ്റ് ലിഫ്റ്റ് അപ്പ് യുവർ സെൽഫ് വിത്തൗട്ട് എനി വോളണ്ടറി എഫർട്ട് ഫ്രം യുവർ പാർട്ട്. നിങ്ങൾ സ്വയം വിചാരിക്കാതെ ബോഡി തനിച്ച് തന്നെ അങ്ങ് പൊങ്ങും. ലെവിറ്റേഷൻ പറയും. ഈ ബോയ് നന്നായിട്ട് പൊങ്ങുന്ന കൂട്ടത്തിലായിരുന്നു. ആ പയ്യൻ പെട്ടെന്ന് നമ്മുടെ ബ്രഹ്മചാരിയായിട്ട് ജോയിൻ ചെയ്തു മുസ്ലിം. അത് ഭയങ്കര കൂടുതലൊക്കെ ഉണ്ടാകുന്ന സുപ്രീം കോടതി വരെ പോയ കേസ്. അപ്പോൾ പറഞ്ഞ 18 വയസ്സ് 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവൻ ഇൻഡിപെൻഡൻ്റ് ആണ്. അതിന് പേരൻസിനൊന്നും യാതൊരു ഇതും കൊണ്ടുവരാനൊക്കത്തില്ല. ഇനി ഇവൻ്റെ പേരിൽ ആരെങ്കിലും ശല്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ കേസ് എന്നവരുടെ പേരിലായിരിക്കും അതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാണ് ഡിസ്പോസ് ചെയ്ത കേസ്. അപ്പം ആ രീതിയിൽ വരുമ്പോൾ എന്താ വെച്ചാൽ ഇവൻ അന്ന് ഇലക്ട്രോണിക്സിൽ കൾട്രോണിൽ വർക്ക് ചെയ്യണം. ഇലക്ട്രോണിക്സ് പാസ്സായിട്ട് ഇലക്ട്രോണിക് വർക്ക് ചെയ്യാം. അപ്പം ഏറ്റവും മുസ്ലിംസിൻ്റെ ഇടയിലെങ്കിലും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പയ്യനായിരിക്കണം. എങ്കിൽ അന്ന് ഇലക്ട്രോണിക്സ് കിട്ടും. ഇലക്ട്രോണിക്സ് ഏറ്റവും കുറച്ച് സീറ്റുകളേ ഉള്ളൂ അന്ന്. കൂടുതൽ ഇപ്പോഴത്തെ കൂടുതൽ സീറ്റൊന്നും ഇല്ല. അതിൽ പഠിച്ചത്. അപ്പം ആക്ച്വലി ഈസ് എ വെരി ബ്രില്യൻ്റ് ബോയ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു പോസിറ്റിവിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ? ആ അനുഭവമാണ് അമ്മയുടെ അടുത്തേക്ക് എത്തിച്ചത്. അതെ. അപ്പം ഞാൻ അന്ന് എന്നെ നീണ്ടകാലം ഞങ്ങൾക്കൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. നീണ്ട ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ട്. പഴയ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറിയത്. ഇപ്പോൾ അത് ഹെൽത്ത് സർവീസിൻ്റെ കീഴിൽ തന്നെ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ അടുത്താണല്ലോ കരുനാഗപ്പള്ളി അമ്മയുടെ സ്ഥലം. അപ്പം ഞാനവിടെ താമസിക്കുമായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഞാൻ ഇവിടുത്തെ ഈ പുള്ളിയും കൂടെ വന്നിട്ട് ഞാൻ അവിടെ പോയി അമ്മയെ കണ്ടു. അങ്ങനെയാണ് അമ്മയുടെ അടുത്ത് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് അനുഭവമാണ്. അമ്മയെ കാണുമ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടല്ലോ. അത് ആക്ച്വലി നമുക്കറിയാം. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് ഈ നിങ്ങൾക്ക് റിസീവ് ചെയ്യണമെങ്കിലും നിങ്ങൾ പോസിറ്റീവായിട്ട് പോകണം. അപ്പോൾ ഒരാൾ പറയുന്നതാണ് നിങ്ങൾക്ക് കുടത്തിനകത്ത് വെള്ളം ഒഴിക്കണമെങ്കിൽ അത് നൂന്നിരിക്കണം. കമത്തി വെച്ചാൽ കിട്ടില്ലല്ലോ. ഇല്ല. അതുപോലെ നിങ്ങളുടെ മനസ്സ് ഓപ്പൺ ആയിരിക്കണം. നിങ്ങൾ അറിയാനായിട്ട് പോകണം. ഒരു ക്ലാസ്സിൽ തന്നെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ ക്ലാസ് സാറ് പറയുന്നത് കേൾക്കത്തുള്ളൂ. അതാണ് ഓപ്പൺനെസ് എന്ന് പറയുന്നത്. ആ റിസീവിങ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടൂ. അതിന് നമ്മൾ തയ്യാറാണ്. അന്വേഷിക്കുവാൻ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. അന്വേഷിക്കാൻ നിങ്ങൾക്ക് കിട്ടണം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത് അർത്ഥം എന്താ? അവിടെയാണ് ബേസിക്കായിട്ട് ഞാനും നമ്മുടെ കൂട്ടുകാരായിട്ട് തെറ്റുന്നത്. അത് സയൻസാണ് ഏറ്റവും വലുത്. ഇതൊക്കെ ചുമ്മാതാണ്. വിനാശകാല വിപരീത ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് നടക്കുക എന്നല്ലാണ്. എനിക്കതിന് ശേഷം ഭയങ്കര ഇതുണ്ട്, വ്യത്യാസമുണ്ട്. എനിക്ക് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ കിട്ടിയാലും എനിക്ക് സന്തോഷം വരുന്നില്ല. എൻ്റെ ഉള്ളിൽ അല്ലാതെ എൻ്റെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരത്ത് പറയുന്നത് നിങ്ങൾ കള്ളു കുടിച്ചുണ്ടാക്കി എനിക്ക് കള്ളു കുടിക്കാതെ തന്നെ കിട്ടും. അതൊക്കെ നിങ്ങൾ കിട്ടുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം എനിക്കുണ്ട്.
അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം വരുന്നത്. കാരണം ഉള്ളിലെ ഒരു ഹാപ്പിനെസ് ലെവൽ എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചർ ലെവൽ എടുക്കാൻ എപ്പോഴും ഹൈ ആയിരിക്കും ചെയ്യുന്നതാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഈ സ്പിരിച്വലായിട്ട് ഇൻവോൾവ് ചെയ്ത ആൾക്കാരെ പലരും അവരെ മുഖത്ത് പ്രത്യേക ഒരു ബ്രൈറ്റ്നസ്, ഒരു സ്മൈൽ അല്ലെങ്കിൽ ഒരു പ്രത്യേകത കാണും. അതില്ലാതെ ഞാൻ കണ്ടിട്ടുള്ളത് നാരായണ ഗുരുവിനെയാണ്. നാരായണ ഗുരു എപ്പോഴും ഒരു ഡീപ്പ്, അത് കുറച്ചും കൂടി ഡീപ്പർ ആളായതുകൊണ്ടായിരിക്കും ഒരു ഡീപ്പ് തിങ്കിങ്, ആ ഒരു ഫീലാണ് പുള്ളിയെ കാണുമ്പോൾ നമുക്ക് ഒരു എന്തോ ഉള്ളിലുണ്ടെന്നുണ്ട്. കൂടുതൽ അകത്തേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്നർ നോളജിലോട്ട് പോകുന്നതാണ്. പക്ഷെ ആ നല്ല ചിരി ഞാൻ കണ്ടിട്ടുള്ളത് ലാഹിരി മഹാശ എന്നും പറഞ്ഞ് ഈ പരമഹംസ യോഗാനന്ദൻ്റെ ഗുരുപരമ്പരയിലുള്ള അതൊരു കള്ളച്ചിരി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാഹിരി മഹാശയുടെ ചിരി എന്ന് പറയുന്നത്. അമ്മയെ കണ്ടാലും ഗുരുജിയുടെ ശ്രീ രവിശങ്കർ നല്ല സ്വീറ്റ് സ്മേലല്ലേ ഉള്ളിലാണ്. അതായത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു എനർജി ഫീൽ ചെയ്യും. അത് വേണം നമുക്കത്. ചെയ്യാനുള്ള ഇതുണ്ടെങ്കിലേ തോന്നും, അല്ലാണ്ട് ചുമ്മാ ചെന്ന വായന പിന്നെ അതാണ് എൻ്റെ പ്രോബ്ലം. നമ്മളത് ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും കൂടെ അറിയണം, അങ്ങനെ അറിയേണ്ടതാണ്. സയൻറ്റിഫിക് മെത്തേഡെന്ന് പറഞ്ഞാൽ പോയിട്ട് കാര്യമില്ല. സയൻറ്റിഫിക് മെത്തേഡ് മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ടാണ് സയൻറ്റിഫിക് മെത്തഡോളജി. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നീളം അളക്കാനായിട്ട് പിന്നീട് എന്താ പറയുന്നത് ഔൺസ് ക്ലാസ് കൊണ്ടുവന്നാൽ പറ്റില്ലല്ലോ. രണ്ടും അളക്കുന്നതാണ്, പക്ഷേ നീളം അളക്കാൻ ഔൺസ് ക്ലാസ് പറ്റുമല്ലോ. അതുപോലെ സയൻസ് പഠിക്കുന്ന ഒരു മെത്തേഡ്, ഇത് പഠിക്കുന്ന വേറൊരു മെത്തേഡ്. ആ ബേസിസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ എനിക്ക് മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ആ വീട്ടിൽ പോകുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ അങ്ങയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് കഴിവുണ്ട്. അങ്ങ് അതുമായി ബന്ധപ്പെട്ട് കുറേ റിസർച്ചുകൾ ചെയ്യുന്നുണ്ടെന്ന്. റിസർച്ചില്ല, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണോ? അതായത് ഒരാൾ മരണപ്പെടാൻ തുടങ്ങുമ്പോൾ അയാൾ മറ്റൊരു ലോകത്തേക്ക് പോകും. അല്ല, ഇത് ഈ ആദ്യത്തെ ലൈഫ് ആഫ്റ്റർ ലൈഫ് വന്നതിന് ശേഷം ഒരു ബുക്കിൻ്റെ ഒരു റിക്കളക്ഷൻസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ടായിരുന്നു. ഓതേഴ്സിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടത്. അത് ഒരു കാർഡിയോളജിസ്റ്റും ഒരു സോഷ്യോളജിസ്റ്റും കൂടെ ചേർന്നിട്ട് ഈ പിന്നെ കാർഡിയക് ICU യൂണിറ്റിൽ പെട്ടെന്ന് ആൾക്കാർ മരിക്കുക, അത് കഴിഞ്ഞ് റിവൈവ് ചെയ്ത് വരുന്നതിൻ്റെ ആ പീരീഡിലുള്ള പലരുടെയും സ്റ്റഡി നടത്തിയതിന് ശേഷം അവരുള്ള ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട് സംഗതി ക്ലിയർ ആയിട്ട്. അത് അന്വേഷിക്കാതെ പബ്ലിക്കേഷൻ വായിക്കില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇഷ്ടംപോലെ പബ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു 1920s തൊട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചെങ്കിലും ഇതായിട്ട് വന്ന ലൈഫ് ആഫ്റ്റർ ലൈഫ് 65 ആ സമയത്ത് വന്നതുണ്ട്. അതാണ് കുറച്ചും കൂടി കൂടുതൽ പോപ്പുലറായത്. പിന്നെ ശരിക്കും പോപ്പുലറായത് ഇപ്പം ഡോക്ടർ ബ്രയൻ വൈസിൻ്റെ മെനിലൈസ് മെനി മാസ്റ്റേഴ്സ് വന്നതോടുകൂടിയാണ് കുറച്ചും കൂടെ. അതും വളരെ പബ്ലിക്കായിട്ട് ഒരുപാട് വിറ്റുപോയ ബുക്കാണ്, ഒരുപാട് വായിച്ചിട്ടുള്ള ബുക്കാണ്. ആ അറിവ് സമൂഹത്തിലുണ്ട് ഇപ്പം. പിന്നെ എന്തിനു പറയുന്നത്, ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത്, നിങ്ങൾ ഷർട്ട് മാറുന്ന പോലെ നിങ്ങളുടെ ആത്മാവിന് വേറെ ശരീരം എടുക്കുമെന്നല്ലേ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നിയത്, ഞാൻ പല ആളുകളുടെയും ഇൻ്റർവ്യൂ എടുക്കുന്ന സാഹചര്യത്തിൽ അവർ തന്നെ പല ആളുകളുടെയും റെഫറൻസുകൾ പറയും. ഇതിലെല്ലാം പറയുന്നത് ഇവർ ഇപ്പോൾ നിയർ ഡെത്ത് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു തുരങ്കത്തിലൂടെ പോകുന്നു, വലിയൊരു പ്രകാശത്തിലേക്ക് ചെന്നുകയറുന്നു. എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല, കൂടുതൽ അല്ലെങ്കിൽ ഒരു പുഴ, നദി, ചിലർ ഇപ്പോൾ മരിച്ചുപോയിട്ടുള്ള റിലേറ്റീവ്സിനെ കാണും. അങ്ങനെയൊക്കെ പല എക്സ്പീരിയൻസ് പലരും കാണും. ഞാൻ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് അല്ല, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അല്ല എൻ്റെ. ഞാൻ യഥാർത്ഥത്തിൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു കോഴ്സിന് പോയതാണ്. ഡോക്ടർ ന്യൂട്ടൺ കൊണ്ടവെട്ടി എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടാണ് അന്ന് നടന്നിരുന്നത്. ഇപ്പോൾ വികാരാബാദ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പുള്ളി ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട്, പ്യൂർലി ഓൺ സ്പിരിച്വൽ തിങ്സ് റിലേറ്റഡ് ടു സോൾ ആൻഡ് സോൾ. നമ്മുടെ ടോട്ടൽ എല്ലാ ഇതിനകത്തെയും കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡ് പല കോഴ്സസ് പുള്ളി നടത്തുന്നുണ്ട്. അതൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടാണ്. ഇപ്പോൾ ഈ ഒരാഴ്ചത്തെ കോഴ്സിന് പുള്ളി ഇപ്പോൾ 85,000 ചാർജ് ചെയ്യുന്നത്. ഞാൻ പോയ സമയത്ത് 35,000. സാർ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, വിശ്വാസമല്ല, അനുഭവമുള്ള കാര്യമില്ല. അത് വിശ്വസിക്കേണ്ട കാര്യം എന്താ, ഉള്ള കാര്യമില്ല. അനുഭവം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു സാറിൻ്റെ ലൈഫിൽ? അല്ല, ഞാൻ പാസ്റ്റ് ലൈഫ് ചെയ്തതിന് ശേഷം, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്തതിന് ശേഷം എൻ്റെ കുറേ പേര് ഞാൻ പാസ്റ്റ് ലൈഫ് ചെയ്തു. അതിൽ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് പറയാമെന്നുണ്ടെങ്കിൽ, നമുക്ക് പേരൻസ് തരുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡിയുള്ളൂ. അതായത് ബൾബ് അങ്ങനെ ഫ്രിഡ്ജ് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് പോകുന്ന കറണ്ടാണ് യഥാർത്ഥത്തിൽ ആത്മാവെന്ന് പറയുന്നത്. അതല്ല, അത് ആക്റ്റീവാണ്, ലൈവ് ആവണമെങ്കിൽ യൂണിയൻ സോൾ വിച്ച് കംസ് ഫ്രം എക്സ്റ്റേണൽ. അതാ അമ്മയുടെ ശരീരത്തിലുള്ള. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് യു ആർ ഒള്ളി എ ചാനൽ. അമ്മ നിങ്ങളെ ഉണ്ടാക്കുന്നേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ വ്യക്തിത്വം ബാക്കിയും വരുന്നത് നിങ്ങളുടെ സോളിൽ നിന്നാണ്. അപ്പോൾ ജേണിയ സോളി പറയുന്നത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു സോൾ ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക്. സോൾ ഗ്രൂപ്പിനകത്ത് 10 താഴെയുള്ള ആൾക്കാരായിരിക്കും. അതായിരിക്കും നിങ്ങളുടെ ഏത് ബർത്ത് എടുത്തായാലും അതിൽ കൊന്നുപോലെ വരും നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ട് നിങ്ങളുടെ കൂടെ കാണും. നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന, നിങ്ങൾക്ക് ആത്മായിട്ട് സഹകരിക്കാവുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ആൾക്കാരായിരിക്കും അവർ. അപ്പോൾ അതിൽ നമ്മൾ ആ ഗ്രൂപ്പിലോട്ട് ചെല്ലും. ഈ ഗ്രൂപ്പിന് ഒരു ഗുരുവാണ്, ഒരു ഗൈഡ്.
അത് നിങ്ങളുടെ ത്രൂ ഔട്ട് നിങ്ങളുടെ എത്രയും ലൈഫ് എടുത്തിട്ടുണ്ടോ അതെല്ലാം ഈ ഗൈഡോട് നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ടായിരിക്കും. അത് പിന്നെ പറയുന്നത് നിങ്ങളുടെ ഡെവലപ്മെൻ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ കളറിനും വ്യത്യാസം വരും. ഏറ്റവും ഹയർ എവല്യൂറ്റ് ചെയ്തുള്ള സോളുകളൊക്കെ വെച്ചാൽ ഗോൾഡൻ കളറായിരിക്കും. ഗോൾഡൻ കളർ. അതിൻ്റെ താഴെ കുറച്ചും കൂടെ വൈറ്റ് ആയിരിക്കും, പ്യുവർ വൈറ്റ് ലൈറ്റ്. അപ്പം അങ്ങനെ കാണും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഒരു റിലേഷനെ തന്നെ ഞാൻ ചെയ്ത് ലേഡി. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ സംഭവം ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഈ അവരുടെ ഡെലിവറി ഈ സോള് യൂട്രസിലെ ഫീറ്റസിലോട്ട് കയറുന്നത് അറൗണ്ട് 3 months-ആണ്. 3 മാസം ആകുന്ന സമയത്താണ് സോള് ശരിക്കും പറഞ്ഞാൽ വന്ന് കയറുന്നത്. ആ സമയത്ത് വെച്ച് ഞാൻ എത്തി. എന്നിട്ട് ഞാൻ ചോദിച്ചു വൈ ഡിഡ് യു ചൂസ് ദിസ് മദർ. അപ്പം നിങ്ങളാണ് നിങ്ങളുടെ പേരൻസിനെ ചൂസ് ചെയ്തത് അതല്ലേ. ആ ചൂസിങ് നടക്കുന്നത് ഈ നിങ്ങൾ അടുത്ത ലൈഫ് എടുക്കാൻ പോകുന്ന തൊട്ട് മുമ്പ് നിങ്ങൾക്ക് അവിടെ ഒരു ഇൻ്റർവ്യൂ ബോർഡ് പോലെ 3-4 ഗുരുക്കന്മാർ കാണും. നിങ്ങളുടെ ഗുരു നിങ്ങളുമായിട്ട് അവിടെ ചെല്ലും. ചെന്നിട്ട് നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഇത്രയും കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ കർമ്മങ്ങളിൽ ഏതൊക്കെ നിങ്ങൾക്ക് ഇല്ലാതാക്കണം അല്ലെങ്കിൽ ബേൺ ഔട്ട് ചെയ്യണം, അതിൻ്റെ കർമ്മഫലം അനുഭവിച്ച് തീർക്കണം. അതിനെ പറ്റിയ പേരൻസിനാണ് നിങ്ങൾ എടുക്കുക. അപ്പോൾ യു ആർ ചോസൺ യുവർ പേരൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെ ചൂസ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് അതിന് റോളും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെയാണല്ലോ ഇപ്പോൾ നമ്മുടെ മീഡിയയിൽ പറയുന്നത്, ശാസ്ത്രക്കാർ പറയുന്നത്. അവൻ്റെ അച്ഛനെ വേണ്ടിയിട്ടത് അവൻ്റെ അങ്ങനെയല്ല. യു ഹാവ് ചോസൺ യുവർ പേരൻസ്. നമ്മൾ തന്നെയാണ് നമ്മുടെ പേരൻസ് അത് വിത്ത് യുവർ ഗൈഡൻസ്, വിത്ത് യുവർ സ്പിരിച്വൽ ഗൈഡ്. അപ്പം അതനുസരിച്ചിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഹിന്ദു ട്രഡീഷണൽ നോളജ് തന്നെ പറയുന്നത് എന്താ കർമ്മ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രാരബ്ധ കർമ്മ, ആഗാമി കർമ്മ, സഞ്ചിത കർമ്മ. അപ്പോൾ ഈ സഞ്ചിത കർമ്മ എന്ന് പറഞ്ഞത് നിങ്ങൾ ഈ ലൈഫിലോട്ട് വന്നപ്പോഴത്തേക്ക് ഏതൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ആയിട്ട് മാറേണ്ടത്, അതാണ് ഈ സഞ്ചിയിൽ കൊണ്ടുവന്നത്. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള അത് ബേൺ ഔട്ട് ചെയ്യണം. ബേൺ ഔട്ട് ചെയ്യാനായിട്ട് അവർ പറഞ്ഞത് നിങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങൾ സഹിക്കാൻ തന്നെ ചെയ്യണം. അതായത് അത് റെസിസ്റ്റ് ചെയ്യുകയോ നിങ്ങൾ അതിനെപ്പറ്റി വേറെ അതിൻ്റെ കണക്ട് ചെയ്തിട്ട് വേറെ ആക്ടിവിറ്റിക്ക് പോവുകയോ ചെയ്തു. നിങ്ങൾ പോസിറ്റീവായിട്ടത് സഫർ ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ലൈഫിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള വിധത്തിൽ ചെയ്താൽ, ഞാനാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ആ വിധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് കർമ്മമായിട്ട് കയറും. അതുകൊണ്ടാണ് നിഷ്കാമ കർമ്മ എന്ന് പറയുന്നത്. നിങ്ങളായിട്ട് ഞാനല്ല ചെയ്യുന്നത്, എല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചട്ടുകമാണ് എന്ന വിധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളിൽ കർമ്മമായിട്ട് കയറത്തില്ല. ഡിറ്റാച്ച്ഡ് കർമ്മ എന്ന് പറയുന്നതാണ്. ഡിറ്റാച്ച്ഡായിട്ട് ചെയ്താൽ കർമ്മയില്ല. നിങ്ങളാണ് ചെയ്യുന്നത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കർമ്മ നിങ്ങളിൽ കയറും. അതാണ് ആഗാമി കർമ്മയിൽ പോകുന്നത്. അതിന് ഫർദറായിട്ടുള്ള ലൈഫിൽ തീർക്കണം. ആ വിധത്തിൽ അപ്പോൾ അത് നമുക്കത് വളരെ ക്ലിയറായിട്ട് നമ്മുടെ പുരാണങ്ങളിൽ പറയേണ്ട അതൊക്കെ അന്ധവിശ്വാസം എന്നും പറഞ്ഞെങ്കിൽ മാറ്റി. അത് തൊട്ട് നോക്കത്തില്ല, അതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളാണ്. ആപ്പാടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുസ്മൃതി യഥാർത്ഥത്തിൽ സ്മൃതിയാണ്, അല്ലാണ്ട് ഒറിജിനൽ നോളജ് അല്ല. ശ്രുതിയാണ് യഥാർത്ഥത്തിൽ ഒറിജിനൽ നോളജ്. അത് വേദാസാണ്. അതാണ് വേദങ്ങളിലുള്ളതെന്ന് ഇവർ പറയില്ല ഹിന്ദുക്കളെ പറ്റി. പറയുന്ന അത്രയും മനുസ്മൃതി നസ്ത്രീ സ്വാതന്ത്ര്യം അർഹത. നസ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറയുമ്പോഴും അതിൻ്റെ മുമ്പിൽ 3 വരിയുണ്ട്. കൊച്ചിലെ നിങ്ങളെ അമ്മ നോക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഭർത്താവ് നോക്കും, പൈസ നിങ്ങളെ മോൻ നോക്കും. ഇതാര് ചെയ്യുന്ന പുരുഷൻ? അത് ഞാൻ പറഞ്ഞത് ഈ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നത് വേണ്ടാനം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നാണ്. ഷീ ഈസ് ഓൾവേസ് പ്രൊട്ടക്റ്റഡ്. ആ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് ഇവരാരും പറയുന്നില്ല. കൊച്ചിലെ അമ്മ നോക്കും, അല്ല അമ്മയും അച്ഛനും നോക്കും, അത് കഴിയുമ്പോഴത്തേക്കും ഭർത്താവ് നോക്കും, ഭർത്താവ് കഴിഞ്ഞ അവസാനം അമ്മ നോക്കും, അല്ല മോൻ നോക്കും. അപ്പം മോൻ അമ്മ എടുത്തിട്ട് തല്ലുകയല്ലേ ഇത്, അല്ലെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അത് ഹിന്ദു ധർമ്മമാണ്. അല്ല, ഇത് നസ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്നൊരു വാക്കേ അവർക്കറിയാവും. അല്ലാതെ മുഴുവൻ വായിച്ചു നോക്കണ്ടേ ബുക്ക്. ഇതെല്ലാം ഇപ്പോൾ സയൻസ് എടുത്താൽ തന്നെ ഇപ്പം നമ്മൾ പറയും, ഇപ്പം IC യൂണിറ്റിൽ ദിവസം 30,000 രൂപ 40,000 രൂപ വാങ്ങിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവസാനം കൊടുക്കുന്ന ഡെഡ് ബോഡി അല്ലേ, അല്ലേ? ഇതെന്ത് വെച്ചിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നത്? ഏത് നോളജ് വെച്ചാൽ അവർ ട്രീറ്റ് ചെയ്തത്? ഏത് എവിഡൻസാണ് ചെയ്ത് വെച്ചാൽ? പിന്നീട് മരിക്കാനായിട്ടുള്ള എവിഡൻസ് വെച്ചാണ് അവർ ട്രീറ്റ് ചെയ്തത്. ആണോ? 40,000 വാങ്ങിക്കുന്നത്, കുറഞ്ഞ എമൗണ്ട് ഒന്നല്ല വാങ്ങിക്കുന്നത്. ഞങ്ങൾ എന്നിട്ട് അവസാനം പറയുന്നത് വി ട്രൈഡ് അവർ മാക്സിമം എന്താ ചെയ്തേ? നിങ്ങൾ ഒരു ദിവസം കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ നിർത്തിക്കൂടി. വി ആർ അറ്റൻഡിങ്, വി ആർ ട്രൈങ് എന്ന് വെച്ചിട്ട് എന്താ അർത്ഥം? ഇറ്റ് ദ ഗ്രേറ്റസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബീങ് മെഡിക്കൽ പ്രൊഫഷൻ. നമ്മൾ പറയാതിരിക്കാനൊക്കത്തില്ല. വലിയ രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര ഇഷ്ടമാണ്, എക്സ്ട്രാ. പക്ഷേ ഇതിനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത്, ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡൻറ്റ്, ഹെഡ് ഇഞ്ചുറി, ഇത് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഹി വിൽ കം ബാക്ക് ടോട്ടലി നോർമൽ എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും IC യൂണിറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ല 90 വയസ്സായ 55 വയസ്സായ എല്ലാ സിസ്റ്റംസും ഫെയിലർ ആയവരെ കൊണ്ട് എല്ലാതും കൊണ്ട് ഇട്ടിട്ട് ചെയ്തിട്ട് എന്താ കാര്യം?
ഇപ്പോൾ ഏതായാലും ഒരു യൂതനേഷ്യ അല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം വിത്ഡ്രോയിനായിട്ട് സുപ്രീം കോടതി ഒരു ഇത് വന്നു. പണ്ട് ഞങ്ങൾ ഹൗസിങ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ഹൗസിങ് സീരിയസ് ആകുമ്പോഴത്തേക്കും പറയും, ബന്ധുക്കടുത്ത് പറയും വലിയ രക്ഷയൊന്നുമില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി അവർ കൊണ്ടുപോയി സന്തോഷമായിട്ട് പോകും, അവരുടെ കാര്യം കഴിക്കും. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം പേരൻസ് ഇവരുടെ അടുത്ത് പറയില്ല, ഇത് ഇനി അങ്ങോട്ട് വലിയ രക്ഷയില്ല, നീ പേരൻസിൻ്റെ റിലേറ്റീവ്സിൻ്റെ പറയില്ല പേഷ്യൻ്റില്ല, അല്ലേ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയും. അത് നമ്മളൊരു പോസിറ്റീവായിട്ട് ചെയ്ത് അത് പലരും എഴുതിയിട്ടുണ്ട്, ഞാൻ മാത്രമല്ല പലരും പിന്നീട് പബ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. പലരും ഇങ്ങനെ ടേമിനൽ ഇൽനെസ്സിൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് ശരിയല്ല. മാത്രമല്ല ഒരു സ്റ്റഡി വെളിയിൽ നടന്നിട്ടുണ്ട്, അതിനകത്ത് ഈ കണ്ടീഷനിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമെന്ന് നിങ്ങൾ എടുത്ത് ഡോക്ടേഴ്സിന് ചോദിച്ചു. അപ്പം 96% പേര് എടുക്കത്തില്ല എന്നാണ്. അപ്പോൾ അവർക്ക് വേണ്ടാത്ത ട്രീറ്റ്മെൻറ്റ് തന്നെ ഇവർ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്. അതെ അല്ലേ, അതൊരു വലിയ ചോദ്യമല്ലേ. അത് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ എത്ര അഡ്വാൻസ്മെൻറ്റ് ഉണ്ട് ശരി തന്നെ. പക്ഷേ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അഡ്വാൻസ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്കൊരു പേഷ്യൻറ്റിനെ ശരിക്കും നോർമലായിട്ട് തിരിച്ചുവിടാൻ പറ്റും. സർവൈവ് ചെയ്യായിരിക്കും. സർവൈവ് കൊണ്ട് എന്താ കാര്യം? ഇപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാലും എത്ര ആളാണ് ഫർദർ ലൈഫ് പറയുന്നത്? ഈ ത്രൂ ഔട്ട് ഇത് നമ്മൾ കണ്ടിന്യൂസ്ലി മോണിറ്റർ ഡ്രഗ്സാണ്. നിങ്ങൾ യു ആർ നോട്ട് ഫ്രീ പേഴ്സൺ, നിങ്ങൾക്കൊരു ഫ്രീഡം ഇല്ല, നിങ്ങൾ സ്വതന്ത്രനല്ല. എപ്പോഴും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സർവൈലൻസ് നിങ്ങളൊരു കേജ്ഡ് മേനെ പോലെയാണ് അത് കഴിഞ്ഞ ശേഷം. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്നതാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം? മരിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ലൈഫ് എടുത്തുകൂടി. ഈ പഴയ ഷർട്ട് ഇട്ടിട്ട് നടക്കണമെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് പുതിയ ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്.